ലിസ് അപ്പോഴേക്കും സ്കൂൾക്ക് വന്നോ? കാലൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. രാത്രി അമ്മ തൈലം തേച്ചെന്നു. രാവിലെ ആയപ്പോ അത് മാറി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂന്ന്. അമ്മ അതിനൊന്നും സമ്മതിക്കത്തില്ല. ആ ശരി ശരി. പോയോ? കുറച്ചേരം കൂടി സംസാരിക്കായിരുന്നു, അപ്പോഴേക്കും പോയി. എന്തായാലും എനിക്ക് എങ്ങനെയുണ്ട് മാറിയെന്നൊക്കെ ചോദിച്ചല്ലോ. A few minutes later. നീ ഇപ്പോഴും പറഞ്ഞില്ല അല്ലേ? എന്ത് ചെയ്യാനാ, പറയാൻ പേടിയാ. എന്തിനാ പേടിക്കണേ? ഇന്ന് വൈകുന്നേരം പറഞ്ഞോ? എന്നാ പിന്നെ വൈകുന്നേരം പറയാലേ? ആ എനിക്കാണീ നല്ല ടെൻഷൻ ഉണ്ട്. നിന്റെ ഒരു ടെൻഷൻ അതൊക്കെ നീ വിട്. 1 hour later. എല്ലാരും റെഡി അല്ലേ? ബോട്ടിൽ കറക്കാൻ പോവാട്ടോ. ഷോ ഫസ്റ്റ് തന്നെ ഞാനോ? നീ തന്നെ. ട്രൂത്ത് ഓർ ഡെയർ? ദേ ആലോചിച്ച് നിൽക്കാനൊന്നും സമയമില്ല, പെട്ടെന്ന് പറഞ്ഞോ. അതന്നെ, വേഗം പറഞ്ഞോ. വെയിറ്റ്, ഡെയർ. ശരി. ഫോൺ എടുത്തിട്ട് ഏതെങ്കിലും പെൺകുട്ടിയുടെ ഐ ലവ് യു എന്ന് പറ. അത് കിടിക്കി. വേഗം. അതൊന്നും പറ്റൂല. മര്യാദക്ക് ചെയ്തോ. എന്നാ ശരി. എന്നാലും ഇവൻ ആർക്കാർക്കും വിളിക്കുക? അതാ ഞാൻ ആലോചിക്കണേ. ഞാൻ എന്തായാലും ഡയറി പറയത്തില്ല, ട്രൂത്തേ പറയത്തുള്ളൂ. ഞാനും. ഡാ കള്ളത്തരം കാണിക്കല്ലേ. ഫോൺ എടുക്കുന്നില്ലേ? വെയിറ്റ്. ആ എടുത്തു. എടാ അങ്ങോട്ട് പറ. മമ്മി ഐ ലവ് യു. നീ എന്തിനാ സ്കൂൾക്ക് ഫോൺ കൊണ്ടുപോയേ? അയ്യോ സോറി. എടാ പോടാ അവിടുന്ന്. അമ്മയെ വിളിച്ച് പറയാൻ ആര് പറഞ്ഞോ? നിങ്ങളെന്നെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. എന്റെ അമ്മ കേളാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അവന്റെ ഒരു ബുദ്ധി. സത്യം. ഞാനോ? അതെ നീ തന്നെ. ട്രൂത്ത് ഡെയർ, പെട്ടെന്ന് പറഞ്ഞോ. വെയിറ്റ്. ട്രൂത്ത്. എന്റെ ഫസ്റ്റ് കിസ് എന്നാ? സ്വപ്നത്തില്. ഓ വലിയ സംഭവം. ഇവരെന്താ ഇങ്ങനെ? ഒരു ബന്ധമില്ലാത്ത ആൻസറാ. ഇവൻ അമ്മയെ വിളിച്ച് പറഞ്ഞെങ്കിൽ എനിക്ക് ഇതും പറയാം. ഓ തന്നെ. ദൈവമേ, എന്റെ അടുത്തൊന്നും ആവരുതേ. ഇപ്പൊ എന്തോ ടെൻഷൻ പോലെ. എന്ത് ക്വസ്റ്റ്യനാ ചോദിക്കാന്ന് അറിയാൻ പാടില്ലല്ലോ. ഞാനാവരുതേ. അയ്യോ ഞാനാ? സാം തന്നെ. വേഗം പറ. അത് പിന്നെ ട്രൂത്ത്. ശരി, ഞാൻ ചോദിക്കാം. എന്നാ നീ തന്നെ ചോദിച്ചോ. ഇതാണ് പറ്റിയ അവസരം. ഇവർക്ക് എന്തായാലും പേടിയാണല്ലോ റോസിയോട് പറയാനായിട്ട്. ഇതൊരു നല്ലൊരു അവസരമാവട്ടെ. ഇവൻ ഇനി എന്ത് ക്വസ്റ്റ്യൻ ആവോ ചോദിക്കണ്ടാവോന്നറിയില്ല. ഡാ ഒന്ന് വേഗം ചോദിക്കേ. മനുഷ്യനെ നെഞ്ച് പടപട ഇടിക്കുന്നുണ്ട്. സാം, നിനക്ക് റോസിയോടല്ലേ ഇഷ്ടം? എടാ നീ എന്തൊക്കെ വിളിച്ചു കൂവണേ? ഏയ് ഈ റോസിയല്ല, ടൈറ്റാനിക്കിന്റെ റോസിയെ കുറിച്ച് ഞാൻ ചോദിക്കണേ. അതിപ്പോ എന്തിനാ ഇവിടെ വെച്ച് ചോദിക്കാൻ കാരണം? അത് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? ശരിക്കും ഈ റോസിയെ കുറിച്ചല്ലേ? ഹേയ് അല്ല, എനിക്ക് അങ്ങനൊന്നുമില്ല. അയ്യോ റോസിയുടെ മുഖം ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. എന്നോട് നല്ല ദേഷ്യം ഉണ്ടാവും. നല്ല കഥ. ഇവനെന്തിനാ എന്നെ ഇഷ്ടപ്പെടുന്നേ? അതിനുള്ള ഒരു യോഗ്യതയില്ല. ഇന്റർവെൽ സമയത്ത് റോസി ഒന്ന് കാണാനുണ്ട്. അയ്യോ മിക്കവാറും ഇപ്രാവശ്യം ഞാനാവും. അയ്യോ എനിക്ക് പേടിയാവുന്ന. ബെല്ലടിച്ചാ മതിയായിരുന്നു. എന്റെ മൂടെല്ലാം പോയി. എന്നാലും പിന്നെന്തിനാ ഇന്നലെ മഴ പെയ്തപ്പോ വീട്ടിൽ കൊണ്ടാക്കിയതൊക്കെ എല്ലാം വെറുതെ ആയിരുന്നു. ഞാൻ ഓരോന്ന് ആലോചിച്ച് കൂട്ടി. ലിസ വേഗം പറ. ലിസ എന്താ? ഇനി നീയാ. ഞാനോ? അയ്യോ ഞാൻ തന്നെയാണല്ലോ. അത് പിന്നെ പേടിക്കാനൊന്നുമില്ല, ഒന്ന് വേഗം പറ. ട്രൂത്ത്. ഓക്കെ. നീ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മുടെ ക്ലാസ്സില്? അത് പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചാ വേഗം പറ. ലിസ വേഗം. ഉണ്ട്. ആരാ? അത് പിന്നെ ഒരു ക്വസ്റ്റ്യനെ ചോദിക്കാൻ പാടുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ ആൻസർ പറഞ്ഞു. നീ ആരാ?
എന്താ അഡ്രസ് ഒന്നും ചോദിക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ ഓക്കെ. എന്നാലും അതാരായിരിക്കും? ലിസ. അതാരാ? എന്നോട് പറഞ്ഞോ? ഞാൻ പറയത്തില്ല. അതെന്താ? ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, നീ ധൈര്യമായിട്ട് പറഞ്ഞോ, ഞാൻ ആരോടും പറയില്ല. വേണ്ടടി, എനിക്ക് പറയാൻ താല്പര്യമില്ല. അല്ലല്ല, പിന്നെ ഒരു ദിവസം പറയണ്ട. ശരി. A few minutes later. എടാ എടാ എടാ, നീ എന്തോന്നാ കാണിച്ചേ? സോറി, ഞാൻ വിചാരിച്ചു നിനക്കൊരു ചാൻസ് തരാഞ്ഞിട്ടാണ്. ചാൻസ് തന്നതല്ലേ, നീ അത് യൂസ് ചെയ്തില്ല. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞേക്കാം. സോറി. ഇനി നീ എന്താ ചെയ്യണേ? അതെനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും അക്സെപ്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ? ഐഡിയ ഒക്കെ പറഞ്ഞോ, നേരത്തെ പോലാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഒന്നും കേൾക്കണ്ട. പോടാ അവിടുന്ന്, ഒരെണ്ണം പാളിയുള്ളൂ. ഇത് നീ കേട്ടോക്ക്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ അറിയോ? ലിസയല്ലേ? എപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്. ലിസ വഴി നമുക്കിതൊക്കെ ചെയ്തൂടെ? നീ ലിസയോട് പറ ഇക്കാര്യം, അവളെങ്ങനെയെങ്കിലും ചെയ്തോളൂ. പോടാ അവിടുന്ന്, അതൊന്നും നടക്കൂല. നമ്മൾ രണ്ടുപേർക്കും അറിഞ്ഞാൽ മതി, പുറത്ത് വേറെ ആരും അറിയണ്ട. എന്നാ പിന്നെ ആരും അറിയാതെ നടത്തിക്കോ. അല്ല പിന്നെ ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാല് ഞാനതല്ല ആലോചിക്കണേ. ഞങ്ങൾ 3 പേരും ബെസ്റ്റ് ഫ്രണ്ട് ആയാല് എങ്ങനെയായിരിക്കും? ഞാനും ലിസയും റോസിയും. അത് കൊള്ളാം. പക്ഷേ റോസ് സമ്മതിക്കും തോന്നുന്നുണ്ടോ? ആദ്യം ലിസയായിട്ട് കമ്പനി കൂടാം, എന്നിട്ട് അത് കൊള്ളാം. ഓൾറെഡി നീ ലിസയുടെ കമ്പനി ആണല്ലോ, അപ്പൊ ഇത് എളുപ്പമാവും. അതെ, ലിസയുടെ ഓൾറെഡി കമ്പനിയാണ്. അപ്പൊ ഇതന്നെ വഴി, വേറൊരു വഴിയില്ല. അതെന്നെ. ദേഷ്യപ്പെടണ്ട, അതവൻ ചുമ്മാ പറഞ്ഞതാ. എനിക്ക് അങ്ങനെയൊന്നുമില്ല റോസി. ഞാനിപ്പോ വല്ലതും പറഞ്ഞോ? ഇല്ലല്ലോ. അല്ല, തന്റെ മുഖം കണ്ടിട്ട് എന്നോട് ചൂടാൻ വരുന്ന പോലെയുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഓ ശരി. ഇനി ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേട്ടോ. ആ ഓക്കേ, ഞാൻ അത് മറന്നു. ഓക്കേ. അത് കേട്ടാ മതി. എന്താ ലിസ, നീ വരുന്നില്ലേ? വരുന്നു. എന്നാ പോര്. ഭാഗ്യം, അവൾക്കങ്ങനെ തോന്നിയിട്ടില്ല. ഹോ. A few moments later. ഹേ ലിസ. എന്താ സാം? നമ്മുടെ ക്ലാസ്സില് ആരോ ഇഷ്ടാണല്ലേ? അതാരാ? അതിപ്പോ ഞാനെങ്ങനെ ഇപ്പൊ പറയാ? പിന്നെ ഒരു ദിവസം പറയണ്ട. പറയാൻ പറ്റില്ലെങ്കിൽ പറയണ്ട. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? അല്ല, മുഖം കണ്ടിട്ട് തോന്നിയതാ. അത് പിന്നെ ഫ്രണ്ട്സ് ആവണേന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫ്രണ്ട്സ് ആവണേന് എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഓ, ഞാനിത് അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അല്ലേ? ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം. എല്ലാന്ന് വെച്ചാ എല്ലാതും. എനിക്കെന്തെങ്കിലും ആവശ്യം വന്നാ അത് ഹെൽപ്പ് ചെയ്യും വേണം. നിനക്കെന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാനും ഹെൽപ്പ് ചെയ്യണ്ട്. അതെന്തായാലും ചെയ്യും. എന്നാ ഫോൺ നമ്പർ ഒന്ന് തരുമോ? ഓ മൈ ഗോഡ്, എത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കോ? അതിനെന്താ, തരാലോ. ശരി ശരി, ഇന്ന് വാട്സപ്പ് ചെയ്യണ്ട കേട്ടോ. ശരി ശരി. അയ്യോ, ബസ് എത്തി. ബാക്കി 4 ബസ്സിന് സംസാരിക്കാം. ശരി. ഇവനിനെ ശരിക്കും കൺഫ്യൂഷൻ ആക്കും. റോസിയോടല്ലേ നേരത്തെ പറഞ്ഞേ, ഇപ്പൊ എന്താ എന്റെ ഫോൺ നമ്പർ ചോദിക്കണേന്നാവോ? ഇനി ഞാന് നേരത്തെ വിചാരിച്ച പോലെ തന്നെ ആവോ? ഇനി ആവോ? ലിസ, വേഗം വാ. വരുന്നോ?